വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 8 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു ശരീരഭാഗത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 8 ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നത് ഒരേ ഒരു ശരീരഭാഗത്താണ് കേട്ടോ, അതായത് നിങ്ങളുടെ വയറിൽ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് വയറിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുക. അതായത് വയറിലെ ഭക്ഷണം ദഹിക്കാതെ കിടക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ലേ, വയറ്റിന് മര്യാദക്ക് മോഷനും പോകുന്നില്ല, ഭക്ഷണം ദഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും വയറൊന്ന് വീർത്തിരിക്കും, ഒന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ പുഷ് ചെയ്ത് നോക്കുമ്പോഴേക്കും വയറിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഉണ്ടാവുന്നു. ഈ ഒരു വ്യത്യാസമാണ് പ്രഗ്നൻസി ആകുമ്പോൾ ഒരു സ്ത്രീക്ക് ഏറ്റവും ആദ്യം ഉണ്ടാവുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഡൈജഷൻ സ്ലോ ആവുന്നതാണ്. ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഡൈജഷൻ സ്ലോ ആവുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ ഇൻക്രീസ് ആകുമ്പോഴാണ് നമുക്ക് ഡൈജഷൻ സ്ലോ ആവുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണം. രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് കിടക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. കിടക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവുന്നത് ഏകദേശം നമുക്ക് മലന്ന് കിടക്കുന്ന സമയത്ത്, നമ്മൾ നിവർന്ന് കിടക്കില്ലേ, അങ്ങനെ കിടക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു അസ്വസ്ഥത ഉണ്ടാവുന്നത്. കാരണം നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടന്നു, നമുക്ക് എംബ്രിയോ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രോ ആകാനായിട്ട് തുടങ്ങി. എംബ്രിയോ ഗ്രോ ആകുന്നതിനനുസരിച്ച്, വളരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു സൈസ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഒരു അസ്വസ്ഥത, അതായത് അവിടെ എന്തോ ഉണ്ടല്ലോ എന്നുള്ള തരത്തിലുള്ള ഒരു സെൻസേഷനും ഒരു കല്ലപ്പും വേദനയും ഒക്കെ, വേദനയല്ല, ഒരു ഡിസ്കംഫേർട്ട് നമുക്ക് അവിടെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് കൂടുതലാണ്. മൂന്നാമതായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് കുമ്പിടാനായിട്ട് അനുഭവപ്പെടുന്ന പ്രശ്നമാണ് കേട്ടോ. നമ്മൾ എംബ്രിയോടെ ഫെർട്ടിലൈസ് ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു അടിവയറിന്റെ ഭാഗത്ത്, അതായത് നമ്മുടെ പൊക്കിളിന് താഴെയുള്ള ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കും നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇംപ്ലാന്റേഷൻ ആകുമ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് അവിടെ ഒന്ന് വെച്ചിട്ട് കുമ്പിടാൻ ശ്രമിച്ചു നോക്കിക്കുക. നമുക്ക് കുമ്പിടുമ്പോഴേക്കും ആ ഒരു സെൻസേഷൻ നല്ലതുപോലെ ഫീൽ ചെയ്യില്ലേ, നമുക്കൊരു ഡിഫിക്കൽട്ടീസ് അവിടെ ഉണ്ടാവില്ലേ. ഇതേ ഒരു സെയിം കാര്യം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു സെയിം ഫീലിംഗ് തന്നെയായിരിക്കും നമുക്ക് ആ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് കുമ്പിടുമ്പോഴും അനുഭവപ്പെടുന്നത്. അത്രയും നാൾ വരെ ഫ്രീ ആയിട്ട് കുമ്പിടാനായിട്ടും നിവരാനായിട്ടൊക്കെ പറ്റിയിരുന്ന ഒരാൾക്ക് അവിടെ കുഞ്ഞ് വളർന്നു തുടങ്ങുമ്പോഴേക്കും, തീരെ ചെറുതാണെങ്കിൽ കൂടി തന്നെയും നമ്മുടെ യൂട്രസിന്റെ വലിപ്പം എല്ലാവർക്കും അറിയാം, വീഡിയോ കണ്ടിട്ടുള്ളവർ, ഫോട്ടോ കണ്ടിട്ടുള്ളവരുണ്ടാവും, യൂട്രസ് ഭയങ്കര ചെറുതാണ്. അപ്പൊ ഇതിൽ കുഞ്ഞ് വളരണമെങ്കിൽ അത് കുറേയും കൂടി ഒന്ന് എക്സ്പാൻഡ് ആയി ഇങ്ങനെ വലുതായി വരണം. അങ്ങനെ അത് വളർന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിന്റെ പേശികളൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും കുമ്പിടുമ്പോഴേക്കും ആ ഒരു വ്യത്യാസം പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വയറ് ഇടയ്ക്കിടയ്ക്ക് മിടിക്കുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് ചില നേരങ്ങളിൽ നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റും, അതായത് ഇങ്ങനെ മിടിപ്പ് പെട്ടെന്ന് വന്നു പോകുന്നത് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയായിരിക്കും നമുക്ക് വയറിന്റെ ഭാഗത്തും ആ ഒരു മിടിപ്പ്, അതായത് ആ ഒരു അനക്കം നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യാം. വയറിന്റെ ഭാഗത്ത് അനക്കമൊക്കെ കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ കുഞ്ഞ് ചവിട്ടി തുടങ്ങണം. ഇത് അങ്ങനത്തെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്, അതായത് നമുക്ക് വയറിങ്ങനെ തുടിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നോർമലി എത്രത്തോളമാണോ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായത് അതിനേക്കാളും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ യൂട്രസിന്റെ ഭാഗത്തോട്ടും നമ്മുടെ സെർവിക്സിന്റെ ഭാഗത്തോട്ടും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തോട്ടും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും അവിടെയുള്ള ആ കുഞ്ഞ് ഞരമ്പുകൾ, അത് പോകാനായിട്ടുള്ള ഞരമ്പുകളൊക്കെ ഒന്ന് വലിപ്പം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഇതൊരു ഫോഴ്സിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ പോകുമ്പോഴേക്കും ഏകദേശം നോർമലി ഉണ്ടായതിനേക്കാളും കൂടുതൽ 30 to 40% വരെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകാറുണ്ട്. ഇങ്ങനെ ആകുമ്പോഴേക്കും ആ ബ്ലഡ് പമ്പിങ് കുറേ കൂടി സ്പീഡായിട്ട് നടക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾക്ക് അവിടെ ആ ഒരു വയറിങ്ങനെ തുടിക്കുന്നത് പോലെ അനുഭവപ്പെടാം കേട്ടോ. ഇതും പ്രഗ്നന്റ് ആയിട്ടുള്ള പലർക്കും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അത് ഒരിക്കലും പ്രഗ്നൻസിയുടെ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഭക്ഷണം ദഹിക്കാനായിട്ട് ആ ഒരു ടൈം എടുക്കുന്നതിന്റെ ആയിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാണുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതും ആകാം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വയറ് ഇടയ്ക്കിടയ്ക്ക് നീര് വീഴുക. നമുക്ക് ഓൾറെഡി ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദഹനമൊക്കെ ഭയങ്കര സ്ലോ ആകാറുണ്ട്. ഇങ്ങനെ സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ് നീര് വീഴുന്നത് പോലെ വേദന അനുഭവപ്പെടുക. സാധാരണയായിട്ട് നമ്മളിങ്ങനെ കുമ്പിട്ടൊന്ന് നിവരുന്ന സമയത്തും അല്ലെങ്കിൽ ഒന്ന് ഇരുന്നിട്ടൊന്ന് എഴുന്നേക്കുന്ന സമയത്തും ഒക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് എടുത്ത് പൊക്കി നടക്കുമ്പോഴേക്കും ഒക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷേ പ്രഗ്നൻസി നമുക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് അങ്ങനെ നീര് വീഴുന്നത് പോലെ നമുക്ക് ബുദ്ധിമുട്ട്
അനുഭവപ്പെടും. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് നല്ലോണം ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വീലറൊക്കെ ഓടിച്ച് പോകുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ലക്ഷണമായിരുന്നു. വയറിങ്ങനെ നീര് വീണുകൊണ്ടിരുന്നു, വയറ് ദഹിക്കാതെ ഭക്ഷണം കിടക്കുന്നത് പോലെ ഉണ്ടായിരുന്നു, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിട്ട് 3-ാമത്തെ ദിവസം ലൂസ് മോഷനും ഉണ്ടാകും. അങ്ങനെയായിരുന്നു എനിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പോസിറ്റീവ് ആവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ ഒരു ലക്ഷണവും കൂടി നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന വയറ് കുത്തുന്നത് പോലുള്ള ഒരു വേദനയാണ്. ഈ വയറ് കുത്തുന്ന വേദന ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ്. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴേക്കും നമ്മുടെ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന എഗ്ഗ് ആ ഒരു യൂട്രസിന്റെ ലൈനിങ്ങിൽ അതിന് പറ്റുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ടിഷ്യൂസിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് അവിടെ അത് അറ്റാച്ച് ആവുന്നത്. അങ്ങനെ അത് അറ്റാച്ച് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുത്തുന്നത് പോലുള്ള ഒരു വേദന അനുഭവപ്പെടുന്നു. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് കൊളുത്തി വലിക്കുന്നത് പോലുള്ള ഒരു വേദനയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് വലിച്ചിങ്ങനെ എടുക്കുന്നത് പോലുള്ള ഒരു വേദന, അല്ലെങ്കിൽ കുത്തി ഇങ്ങനെ വല്ലാതെ നിൽക്കുന്നത് പോലെ, കൊളുത്തിപ്പിടുത്തം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൊളുത്തി വലിക്കുന്നത് പോലുള്ള വേദനയൊക്കെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അനുഭവപ്പെടാറുണ്ട്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് വന്ന് ഇംപ്ലാന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങും. ഒന്ന് അതിന് കംഫർട്ടബിൾ ആയിട്ട് കുഞ്ഞിന് വളരണമല്ലോ, അപ്പൊ ആ മസിൽസ് ഒക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ശരീരത്തിലെ വികാസത്തിന് വേണ്ടിയിട്ട് റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നു. ഇതിങ്ങനെ വികസിച്ച് വരുന്നതിന്റെ ഭാഗമായിട്ടും നമുക്കിങ്ങനെ കൊളുത്തി വലിക്കുന്നത് പോലുള്ള ഒരു വേദന അനുഭവപ്പെടാം. അടുത്ത ലാസ്റ്റ് ആയിട്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് വലിഞ്ഞു മുറുകുന്നത് പോലെ നമുക്ക് ഉണ്ടാവുന്നത്. ഈ വലിഞ്ഞു മുറുകുന്നതും യൂട്രസിന് ചുറ്റുമുള്ള പേശികൾ, അതിന് ചുറ്റുമുള്ള ആ ഒരു അസ്ഥികളൊക്കെ ഒന്ന് വലിയാനായിട്ട് തുടങ്ങും. ഓരോ സ്റ്റേജിലും കുഞ്ഞു വളരുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ വലിയാനായിട്ട് തുടങ്ങുമെങ്കിലും പ്രഗ്നൻസിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ ആദ്യമായിട്ടാണ് പ്രഗ്നന്റ് ആകുന്നതെങ്കിൽ നമ്മുടെ യൂട്രസ് വളർന്നു വരുന്ന ആ ഒരു സമയത്തൊക്കെ അതിന്റെ സൈസ് ഒരേപോലെ നിൽക്കുന്ന ഒരു സൈസ് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ഒരു പ്രഗ്നൻസി സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എംബ്രിയോയ്ക്ക് വളരണം, അതുപോലെ പ്ലസന്റ നമുക്ക് അവിടെ ഡെവലപ്ഡ് ആവും. ഇതിനെയൊക്കെ അഫോർഡ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ യൂട്രസ് വലുതാവാനായിട്ട് തുടങ്ങും. യൂട്രസ് വികസിക്കുന്നതിനനുസരിച്ച് അതിന് ചുറ്റുമുള്ള പേശികളും മസിൽസും ഒക്കെ സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങും. നമ്മുടെ ഓരോ ശരീര ഭാഗത്തോട്ട്, നമ്മുടെ അടിവയറിന്റെ ഭാഗത്ത്, നമ്മുടെ ബാക്ക് ബോണിന്റെ അവിടെ ആ ഭാഗത്തൊക്കെ, നമ്മുടെ ആ ഒരു തൈസിന്റെ ഭാഗത്തൊക്കെ ഈ ഒരു സ്ട്രെച്ചിങ് എഫക്റ്റ് നല്ലതുപോലെ ഫീൽ ചെയ്യും. വലിഞ്ഞത് നല്ലതുപോലെ മുറുകുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു 8 ലക്ഷണങ്ങളാണ് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് വയറിൽ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ. ഇതിനൊക്കെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ തുടക്കത്തിലേ പറയാം, ഈ ലക്ഷണങ്ങൾ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല കേട്ടോ. ലക്ഷണങ്ങൾ ഇല്ലാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവായിട്ട് ആദ്യത്തെ ട്രൈമസ്റ്റർ കഴിയുന്ന സമയം കൊണ്ടൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ വന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വരുന്ന ലക്ഷണങ്ങളൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയതിനു ശേഷം വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ലക്ഷണങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്ന ദിവസം ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ആണ് വരുന്നതെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ വന്നിട്ടും പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.